ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെൻ്റ്ലി നമ്മൾ 15 ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഐഡിയാസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ കുറേ ഐഡിയാസ് ഉണ്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് വർക്കാവുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഫൈനൽ ചെയ്യുക. ഇ ബുക്സ് വേണോ, സോഫ്റ്റ്വെയർസ് വേണോ, ഓൺലൈൻ കോഴ്സസ് ആവണോ, മ്യൂസിക് വേണോ, വീഡിയോസ് വേണോ, ഗ്രാഫിക്സ് വേണോ, ടെംപ്ലേറ്റ്സ് വേണോ, ഫോട്ടോഗ്രാഫി വേണോ, അതോ ഇനി മറ്റേതെങ്കിലും ഡിജിറ്റൽ കണ്ടന്റ് ആണോ നിങ്ങൾ സെല്ല് ചെയ്യണമെന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നോ സോഴ്സ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെല്ല് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റിയിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ആളുകളുടെ നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെയിൽസ് പ്ലാറ്റ്ഫോം നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് പ്ലാറ്റ്ഫോമിലൂടെ സെല്ല് ചെയ്താലായിരിക്കും അത് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫൈനലൈസ് ചെയ്യണം. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യലാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ സെല്ല് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെയാണ് എറ്റ്സി, ഇബേ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസും കൂടെ ഉണ്ട്. അതും നമുക്ക് ബ്രോഡർ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി അത്യാവശ്യം നല്ലപോലെ ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് ട്രാഫിക്കും അവരുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസസിലിട്ട് വെക്കുന്നത്. ഇതിൽ പെടുന്നതാണ് നമ്മുടെ ഇൻസ്റ്റമൊജോൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റമൊജോ, ഗംറോഡ്, സെൽഫൈ ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വേറെ രണ്ട് ഓപ്ഷൻസ് ആണ് പേ ഹിപ്പ് എന്ന് പറയുന്നതും സെൻറ്റ് ഔൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസും. ഇതും ഡിജിറ്റൽ പ്രൊഡക്ട്സ് മാത്രം സെല്ല് ചെയ്യുന്നതിന് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെക്യൂർ ആയിട്ടുള്ള ഡൗൺലോഡ്സ്, പേയ്മെൻറ്റ് പ്രോസസ്സിങ്, അനലിറ്റിക്സ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു പ്രത്യേകത. ഇനി മൂന്നാമത്തതാണ് എന്താ പറയുക, സെൽഫ് ഹോസ്റ്റഡ് സൊല്യൂഷൻസ്. അതായത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ ഫുൾ കൺട്രോളോട് കൂടിയിട്ട് തന്നെ സെല്ല് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് വേർഡ് പ്രസ് വിത്ത് വുക്കോമേഴ്സ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈ ഉപയോഗിക്കാം, മെജൻറ്റോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിലിട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ സെല്ല് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രാൻഡിങ്ങിലാണെങ്കിലും കസ്റ്റമർ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ലഭിക്കുകയാണ്. അതാണ് ഇത്തരത്തിലുള്ള സെൽഫ് ഹോസ്റ്റഡ് സൊല്യൂഷൻസിലൂടെ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓൺലൈൻ കോഴ്സസ് ആണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആയിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോംസ് ആണ് യുഡെമി, അതുപോലെ ടീച്ചബിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവില്ല. അവരുടെ കമ്മീഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാം. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോംസിൻ്റെയും അതിൻ്റേതായ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യാം. ഇനി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാറ്റ്ഫോംസ് ആണ് പാട്രിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമും അതുപോലെ കോഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ നാലാമത്തെ മെയിൻ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് പ്രോസസ്സിങ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസിലൂടെയാണ് സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വേണ്ടി വരും ട്രാൻസാക്ഷൻസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് റിലയബിൾ ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേസിനെ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിന്
നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ചോയ്സസ് എന്ന് പറയുന്നത് റേസർ പേ, അതുപോലെ പേപാൽ, സ്ട്രൈപ്പ്, സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗംറോഡ് അല്ലെങ്കിൽ സെൽഫൈയിലൂടെയൊക്കെയാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസിനൊക്കെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്രോസസ്സിങ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യം വരില്ല ഈ ഗംറോഡ് അല്ലെങ്കിൽ സെൽഫൈ പ്ലാറ്റ്ഫോംസിലൂടെ സെല്ല് ചെയ്യുമ്പോൾ. ഇത് മെയിൻലി നിങ്ങളുടെ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ബാധകമായിട്ട് വരുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് കമ്പല്ലിങ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് കാണുന്ന ഒരാൾക്ക് അതിനെ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിന് അത് പർച്ചേസ് ചെയ്യാൻ തോന്നുന്ന രീതിക്ക് വേണം നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക, ടൈറ്റിൽസ് കൊടുക്കുക, വിഷ്വൽസ് കൊടുക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് നന്നായി ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യാം. അതിനുശേഷം പ്രൊഡക്റ്റിൻ്റെ കീ ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ്, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നതിനുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വാല്യൂ വരിക എന്നുള്ളതും, നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസിങ് എങ്ങനെയാണെന്നുള്ളതും, മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫൈനലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്രം ടൈം ടു ടൈം ഓരോ പ്രൈസ് പോയിന്റ്സ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയാണ് സെയിൽസ് പെർഫോമൻസ് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഫൈനലി നമുക്ക് നല്ലൊരു പ്രൈസിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. 7ാമത്തെ പോയിന്റ് മാർക്കറ്റ് യുവർ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ സെറ്റാക്കി എൻഗേജിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോണ്ട് ബെനിഫിഷ്യൽ ആവും എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസും കൂടെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് സെയിൽസ് പ്ലാറ്റ്ഫോമാണോ ഡിസൈഡ് ചെയ്തേക്കെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ചാനലിൻ്റെ ഒരു മിക്സ് തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം, കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാം, അതായത് ബ്ലോഗ് പോസ്റ്റ് വഴിയോ വീഡിയോസ് വഴിയോ പോഡ്കാസ്റ്റ് വഴിയോ ഒക്കെ കണ്ടന്റ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഇൻഫ്ലുവൻസറായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ PPC അഡ്വർടൈസിങ്, പേ പെർ ക്ലിക്ക് അഡ്വർടൈസിങ് നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ട്രാഫിക് കൊണ്ടുവരാനായിട്ട് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സലൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമറുടെ എൻക്വയറീസ് ഒക്കെ നമുക്ക് റെസ്പോൺസീവായിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഡൗൺലോഡ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യണം. അവർക്ക് പ്രൊഡക്റ്റ് യൂസേജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് അസിസ്റ്റ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോംപ്റ്റ്ലി തന്നെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പർച്ചേസസും അതുപോലെ വേർഡ് ഓഫ് മൗത്ത് റെഫറൻസിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സലൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റാണ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, എന്നിട്ട് അത് ഇറ്ററേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് വീണ്ടും വീണ്ടും നിങ്ങൾ ഓരോ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ സെയിൽസ് പെർഫോമൻസ് അതിനനുസരിച്ച് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് സെയിൽസ് ഡാറ്റ റെഗുലർലി അനലൈസ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ട്രാഫിക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും റെഗുലർലി നിങ്ങൾ മോണിറ്റർ ചെയ്യാം. കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് എന്നുള്ളതും റെഗുലർലി മോണിറ്റർ ചെയ്യാം. മാർക്കറ്റിംഗ് മെട്രിക്സ് നിങ്ങൾ ഫ്രം ടൈം ടു ടൈം മാറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സമയാസമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഓരോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻസൈറ്റ്സ് ഇത് തരും. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. കസ്റ്റമറിൻ്റെ അതേ നീഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഒരുപാട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് ടൈം ടു ടൈം മോണിറ്റർ ചെയ്യാം.
ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് അഡാപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ട്രെൻഡ്സിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ കാര്യമായിട്ടൊരു മാറ്റം വന്നാൽ പോലും നിങ്ങൾ പഴയ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇവഞ്ച്വലി ഫെയിൽ ആവാനാണ് സാധ്യത. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനൊക്കെ നിങ്ങൾ ക്വിക്ക്ലി തന്നെ അഡാപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമർ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും നിങ്ങൾ മാറ്റുക. അപ്പോൾ കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെയിൽസ് സ്ട്രാറ്റജീസ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്ത് ഒരു സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.